നമസ്കാരം. സക്സസ് മന്ത്രയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എപ്പോഴും സന്തോഷത്തോടെ പോസിറ്റീവായും ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാനുള്ള ശക്തി ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ യഥാർത്ഥ സൃഷ്ടാവ് നിങ്ങൾ തന്നെയാണ്. ആ അവിശ്വസനീയമായ ശക്തി എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് രണ്ട് ലളിതമായ വാക്കുകളിൽ നിന്ന് തുടങ്ങുന്നു: വിശ്രമിക്കുക, വിശ്വസിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര തവണയാണ് തിരക്കിട്ടും സമ്മർദ്ദത്തിലായും എന്ത് സംഭവിക്കുമെന്നോർത്ത് വിഷമിച്ചും ദിവസങ്ങൾ കളയുന്നത്? നമ്മൾ നിരന്തരം ഉത്കണ്ഠയിലാണ്. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നേടാനുള്ള താക്കോൽ യഥാർത്ഥത്തിൽ വെറുതെ വിടുക എന്നതാണെന്ന് മനസ്സിലാക്കുക. വിട്ടുകൊടുക്കുമ്പോഴാണ് പ്രപഞ്ചം നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. നിങ്ങൾ ശരിക്കും വിശ്രമിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ അനന്തമായ സാധ്യതകളിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ തുറന്നു കൊടുക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു, ശരീരം സ്വസ്ഥമാകുന്നു. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഒരു ഇടം സൃഷ്ടിക്കപ്പെടുന്നു. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ജീവിതത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനനുസരിച്ച് നിങ്ങൾ നീങ്ങാൻ തുടങ്ങും. ഒഴുക്കിനെതിരെ പോരാടുന്നത് നിർത്തി അതിനൊപ്പം സഞ്ചരിക്കുക. നമ്മളെല്ലാം ചെറുപ്പം മുതൽ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് മാറ്റങ്ങൾക്ക് ഒരുപാട് സമയമെടുക്കുമെന്നാണ്. ലക്ഷ്യങ്ങൾ നേടുന്നതിന് മുൻപ് നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയും കഷ്ടപ്പെടുകയും വേണമെന്ന്. എന്നാൽ അത് പൂർണ്ണമായ സത്യമല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ ദിവസം തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ തുടങ്ങുക. ഇത് വെറും പോസിറ്റീവ് ചിന്തയല്ല, മറിച്ച് ആ മാറ്റം ഈ നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് ആത്മാവിൽ തൊട്ട് അനുഭവിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങളൊരു കാര്യം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങൾ അതിനായി വെറുതെ ആശിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അത് ഇതിനകം സംഭവിച്ചതുപോലെ ജീവിക്കുകയാണ്. അപ്പോഴാണ് പ്രപഞ്ചം അതിശക്തമായി പ്രതികരിക്കാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ ബാഹ്യലോകത്തെ എന്താണ് സംഭവിക്കുന്നതെന്നും നിങ്ങളുടെ ആന്തരിക ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പ്രപഞ്ചത്തിന് കഴിയില്ല. ഭൗതിക യാഥാർത്ഥ്യത്തിൽ അത് പ്രകടമാകുന്നതിന് മുൻപ് തന്നെ ആ അനുഭവം ഉള്ളിൽ സൃഷ്ടിക്കാൻ കഴിയുമ്പോൾ നിങ്ങളൊരു യഥാർത്ഥ സൃഷ്ടാവായി മാറുന്നു. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും പ്രപഞ്ചത്തിലേക്കൊരു സിഗ്നൽ അയക്കുന്നുണ്ട്. ഇതൊരു കുളത്തിൽ കല്ലിടുമ്പോൾ ഉണ്ടാകുന്ന അലകൾ പോലെയാണ്. നിങ്ങൾ കുറവുകളെക്കുറിച്ചും ഭയത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ കൂടുതൽ നെഗറ്റീവ് സാഹചര്യങ്ങളെ ആകർഷിക്കുന്നു. എന്നാൽ സമൃദ്ധിയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നിങ്ങളൊരു പുതിയ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ചിന്തകളെയും ഊർജത്തെയും എങ്ങനെ മാറ്റിയെടുക്കാം? ഇത് അവബോധത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു ദീർഘശ്വാസം എടുക്കുക. നിങ്ങളുടെ ശരീരം വിശ്രമിക്കുന്നത് അനുഭവിക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, എന്റെ ആഗ്രഹങ്ങൾ ഇതിനകം എന്റെ അടുത്തേക്ക് വരുന്നുവെന്ന് എനിക്കറിയാമെങ്കിൽ എനിക്കിപ്പോൾ എന്ത് തോന്നുമായിരുന്നു? ഇവിടെയാണ് ധ്യാനത്തിന്റെ പ്രാധാന്യം. നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിനെ പുനഃക്രമീകരിക്കാൻ നമുക്ക് സാധിക്കും. ധ്യാനത്തിൽ ഇരുന്ന് മികച്ച ആരോഗ്യം, സാമ്പത്തിക സമൃദ്ധി, മനോഹരമായ ബന്ധങ്ങൾ എന്നിവ ദൃശ്യവൽക്കരിക്കുക. എന്നാൽ ഓർക്കുക, ഇത് നിങ്ങളുടെ മനസ്സിൽ കാണുന്നതിനെ കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും അത് അനുഭവിച്ചറിയുന്നതിനെ കുറിച്ചാണ്. ഇതൊരിക്കൽ മാത്രം ചെയ്താൽ പോരാ, നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമായി മാറണം. നിങ്ങൾ വിശ്രമിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ പ്രപഞ്ചം നൽകുന്ന അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. യാദൃശ്ചികമല്ലാത്ത ചില സമന്വയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങൾ ഒരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ കോൾ വരുന്നു, അല്ലെങ്കിൽ എല്ലായിടത്തും ഒരേ നമ്പറുകൾ ആവർത്തിച്ചു കാണുന്നു. ഇവയെല്ലാം നിങ്ങൾ ശരിയായ പാതയിലാണ് എന്നതിൻ്റെ അടയാളങ്ങളാണ്. ഇതിനോടൊപ്പം കൃതജ്ഞതയുടെ ശക്തി കൂടി ചേർക്കുക.
ഓരോ ദിവസവും രാവിലെ ഉണരുമ്പോൾ നിങ്ങൾക്ക് നന്ദിയുള്ള 3 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ സന്തോഷത്തിനായി ഭാവിയിലേക്ക് മാത്രം നോക്കാതെ വർത്തമാന നിമിഷത്തിൽ സന്തോഷം കണ്ടെത്തുക. നിങ്ങളുടെ ആദ്യത്തെ വിജയം നേടുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ വിജയിച്ചതായി അനുഭവിക്കുക. അപ്പോൾ ആ അനുഭവങ്ങളെ ആകർഷിക്കുന്ന ഒരു ശക്തമായ കാന്തമായി നിങ്ങൾ മാറും. വിശ്രമിക്കാനും വിശ്വസിക്കാനും നമ്മളെ തടയുന്ന ഏറ്റവും വലിയ വില്ലൻ പരാജയ ഭയമാണ്. ഭയം എന്നത് യഥാർത്ഥമല്ല, അത് മുൻകാല അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി മനസ്സ് സൃഷ്ടിക്കുന്ന ഒരു പ്രൊജക്ഷൻ മാത്രമാണ്. ഭയം വരുമ്പോൾ അതിനോട് പോരാടാൻ നിൽക്കരുത്. പകരം അതിനെ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിലേക്ക് മനസ്സിനെ മാറ്റുക. നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണ്. നിങ്ങൾ അതിൽ എന്ത് ചിന്തകളാണോ നട്ടുപിടിപ്പിക്കുന്നത് അതാണ് വളരുക. നിങ്ങളുടെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. എനിക്കതിന് കഴിയില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് എന്ന് പറഞ്ഞ് ശീലിക്കുക. ദയയോടും സ്നേഹത്തോടും കൂടി നിങ്ങളോട് സംസാരിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ആരാധകൻ നിങ്ങൾ തന്നെ ആയിരിക്കണം. ഈ മനോഹരമായ പ്രപഞ്ചത്തിന്റെ ഒഴുക്കിൽ വിശ്വസിച്ച് വിശ്രമിക്കുക. അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഉറച്ചു പ്രതീക്ഷിക്കുക. ഭാവിയിലല്ല, ഇവിടെ, ഈ നിമിഷം തന്നെ. ഈ വലിയ അത്ഭുതങ്ങളെയും സമൃദ്ധിയെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഐ ക്ലെയിം മൈ മിറാക്കിൾസ് എന്ന് പോസിറ്റീവായി ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. സക്സസ് മന്ത്ര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ മാന്ത്രികമായ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.